friends, welcome to Lakshmi's Cooking Stories. ഇന്ന് ഞാനൊരു സീ ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൂന്തൽ റോസ്റ്റ് അഥവാ കണവ റോസ്റ്റ്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഡിന്നർ ഐറ്റത്തിൻ്റെ ഒരു മെയിൻ ഡിഷായിട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് കൂന്തൽ അഥവാ കണവ റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. ഒരു ചെറിയ പാൻ എടുത്തതിന് ശേഷം അതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുന്ന സമയത്ത് ഞാനിവിടെ 300 ഗ്രാം കണവയാണ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്തതാണ്. ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വേവിക്കാം. കൂന്തലിന് പൊതുവെ 2 ടൈപ്പ് വേവാണ് പറയുന്നത്. ഒന്നുകിൽ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് അത് വെന്ത് കിട്ടും, ഇല്ലെങ്കിൽ അരമണിക്കൂർ കൂടുതലെടുക്കും. അതിന് ഇൻ ബിറ്റ്വീൻ വരുന്ന വേവെന്ന് പറയുന്നത് നമുക്കൊരു റബ്ബർ ലൈക്ക് ടെക്സ്ചറായി പോവും കൂന്തൽ. അത് കാരണം നമ്മളിത് 10 മിനിറ്റാണ് വേവിക്കുന്നത്. ഞാൻ അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാൻ പോവാണ്. ഏതാണ്ട് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. കണവ വെന്ത് വന്നു. ഇതിൽ വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഈ വെള്ളം ഒന്നും കളയാൻ പാടില്ല, നമുക്ക് കുക്ക് ചെയ്യാൻ വേണം ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ അടുത്ത പ്രിപ്പറേഷൻ സ്റ്റേജാണ്. ഇതുപോലൊരു മൺചട്ടി അല്ലെങ്കിൽ കടായി ഏതെങ്കിലും എടുക്കുക. മൺചട്ടിയിലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ധാരാളം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി കുഞ്ഞായി നുറുക്കിയെടുത്തത്, ഒപ്പം തന്നെ വെളുത്തുള്ളിയും കുഞ്ഞായി നുറുക്കിയത് 1 ടേബിൾ സ്പൂൺ അതും കൂടെ ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും. അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ 2 സവാള നീളത്തിൽ നുറുക്കിയത് അതുകൂടെ ആഡ് ചെയ്തു. വലിയ സവാളയാണെങ്കിൽ 1 എണ്ണം മതിയാവും. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം ചെറുതാണ് എടുത്തത്. പിന്നെ നീളത്തിൽ കുഞ്ഞായിട്ട് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കണവ മാരിനേറ്റ് ചെയ്ത സമയത്ത് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഉള്ളിയുടെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്തു. ഇത് നല്ല ട്രാൻസ്ലൂസൻ്റായി വരുന്ന ടൈം വരെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഈ ക്രിസ്പിനെസ്, ഇങ്ങനെ ക്രിസ്പി ആയിട്ട് സവാള ഇരിക്കൂലേ, അത് മാറി ചെറിയ ഒരു ബ്രൗൺ കളറാവണം. അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. സവാള നല്ല വഴണ്ട് വരുന്ന ടൈമിൽ ഒരു ടൊമാറ്റോ കുഞ്ഞായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത് അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി അത് നന്നായി വഴറ്റിയെടുക്കുക. ടൊമാറ്റോ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മളിത് വഴറ്റുന്ന ടൈമിൽ ഫ്ലെയിം ലോ ടു മീഡിയം ആയിരിക്കണം, ഹൈ ഫ്ലെയിമിൽ പോകരുത്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതായി നീളത്തിനരിഞ്ഞത് അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്കിതിൽ വേണ്ട മസാലകളൊക്കെ ആഡ് ചെയ്യാം. ആ ടൈമിൽ ഫ്ലെയിം വളരെ ലോയിലേക്ക് വയ്ക്കുക. മസാല ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഓൾറെഡി 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഞാൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇവിടെ നമ്മൾ ചില്ലി പൗഡർ 2 ടീസ്പൂണാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നത്. നോർമലാണെങ്കിൽ വളരെ കുറവ് മതി.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ. ഇത് വീട്ടിൽ വറുത്ത് പൊടിച്ച ഗരം മസാലയാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ 1/2 ടീസ്പൂണോളം ആഡ് ചെയ്യേണ്ടി വരും. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും നമുക്കൊന്നത് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് കണവ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടിത് ഗ്രേവിയായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്യണം. 1/4 ടീസ്പൂൺ കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യാം. ഈ ടൈമിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യണം. ഇനി നമ്മൾ ഈ കൂന്തൽ ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കണം. എല്ലാം ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ച് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട്. കണവ നന്നായിട്ട് വെന്ത് വന്നു. മസാലയൊക്കെ ആയിട്ട് നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. സീ ഫുഡിൻ്റെ റെസിപ്പീസ് പൊതുവേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മൾ കൂന്തൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വേവിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒന്നുകിൽ 10 മിനിറ്റിനകത്ത്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ, അല്ലെങ്കിൽ ഇടയിലുള്ള ഒരു ടൈം ആകുമ്പോഴത്തേക്കും അതൊരു റബ്ബർ അങ്ങനെ ഒരു ടെക്സ്ചറിലോട്ട് അത് മാറും. അപ്പോൾ അത് കാരണം നമ്മൾ ഈ ഒരു കുക്കിംഗ് ടൈം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ടേസ്റ്റി ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടൊരു റെസിപ്പിയാണ്. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.